പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാ. എന്തൊക്കെ ചെയ്താലും ഒരുത്തി അമ്മയാവില്ല, വേറെ പലതുമാവും. നീ അവരെ ന്യായീകരിക്കരുത്. നീ അറിയാത്ത ഒരുപാട് നാറുന്ന ചരിത്രം നീ കാണുന്നതിന് മുമ്പ് ഈ അലക്സാണ്ടർക്കുണ്ടായിരുന്നു. ആർക്കും വേണ്ടാതെ തറവാട്ടുകാരൻ അവരെ ആട്ടും തൊപ്പും കൊണ്ട്, തള്ളയുണ്ടായിരുന്നിട്ടും അവരെ അമ്മയെന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ, തന്തയില്ലാതെ വളർന്ന ഒരുത്തന്റെ വേദനയും അവൻ അനുഭവിച്ച അപമാനവും നിനക്ക് മനസ്സിലാവില്ല. ഐ എം എ ബാസ്റ്റഡ്. എന്റെ തന്ത ആരാണെന്ന് ഇന്നും എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ജനിപ്പിച്ച കുറ്റത്തിന് കിട്ടുന്നിടത്ത് വെച്ച് ഞാൻ ആൾ വെട്ടിക്കൊന്നേനെ. സ്വന്തം സുഖത്തിന് വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് വന്ന് വിളിച്ചവന്റെ കൂടെ പഴിയിറങ്ങി പോയവളാണ് ഇന്നിവിടെ കയറി വന്ന തള്ള. അന്നില്ലാത്ത പുത്രസ്നേഹത്തിന്റെ പുതിയ കഥയും പറഞ്ഞ് അവരിവിടെ കയറി വരുമ്പോ മീറയും കുന്തിരിക്കാൻ വെച്ച് ഞാൻ അവർക്ക് ഓച്ചാന പാടണോ? പറയടാ. അമ്മയുണ്ടായിരുന്നിട്ടും അനാഥനായിട്ട് വളരേണ്ടി വന്നവനാണ് ഞാൻ. അനാഥാലയത്തിന്റെ തിണ്ണയിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് കൈനീട്ടി നിൽക്കുമ്പോ ഈ പുന്നാരത്തള്ള എവിടെയായിരുന്നു? കഞ്ഞി തന്ന കൈകൊണ്ട് അവർ കഴുത്തിലൊരു കൊന്തയും കെട്ടി തന്നു. അങ്ങനെ നായർ തറവാട്ടിൽ പറഞ്ഞ വിനു അലക്സാണ്ടറായി. പറയടാ, ഇവരാണോ തള്ള? ഇവരെയാണോ ഞാൻ പൂവിട്ട് തൊഴേണ്ടത്? കഴിഞ്ഞതെല്ലാം ഓർത്ത് ദേഷ്യം വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ആരോട് ദേഷ്യം കാണിക്കാൻ? പുറകിലുള്ളത് സ്വന്തം നേള് തന്നെയാ. പേര് മാറിയാലും കഴുത്തിലൊരു കൊന്ത ഇട്ടാലും നീ വിനു തന്നെയാ. അല്ല വിനു. പുറകിൽ നിന്ന് ആരെങ്കിലും വിനു എന്ന് വിളിച്ചാൽ നീ അറിയാതെ തിരിഞ്ഞു നോക്കി പോകും. ഖാദറിനറിയോ, ഇന്നലകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നു. എന്തിനും തെറിവിളിക്കുന്ന തറവാട്ടുകാരനവർ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേട്ട് തഴമ്പിച്ച ഒരേ പല്ലവി, തന്തയില്ലാത്ത. തന്തയില്ലാത്തവന് ഈ തറവാട് മുടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ജനിച്ചോളും. പോടാ. ആ അശ്ലീലത്തിന് ഓമനിച്ച് വളർത്തിക്കൊടി. ഇന്ന് വരുന്നവർ കൂടി അറിയട്ടെ നിന്റെ പൂർവ്വകാല ചരിത്രം. അസത്തിനോട് പറഞ്ഞേക്ക്, അമ്മയെ കുമ്മയെന്ന് വിളിച്ച് അന്നേരത്ത് വന്നേക്കരുതെന്ന്. ചേച്ചിയമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ അനുസരിക്കുമോ? ഇന്ന് ചേച്ചിയമ്മയെ കാണാൻ ചിലർ വരും. ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി.